ഒ പിയിൽ ഒരു കുട്ടി വന്നു ഈ അടുത്ത്. ഏകദേശം ഒരു 8-9 വയസ്സുള്ള കുട്ടിയാണ്. അപ്പോൾ മദറും ഫാദറും ഉണ്ട്, കുട്ടിയുണ്ട്. പ്രധാന കംപ്ലൈൻറ്റ്, കുട്ടി 3-ലും 4-ലും എങ്ങാനാണ് പഠിക്കുന്നത്. സ്കൂളിൽ തീരെ പെർഫോമൻസ് തീരെ പോരാ, എക്സാമുകളിലൊന്നും മാർക്കില്ല, പിന്നെ കുട്ടിക്ക് പൊതുവിൽ പഠിത്തത്തിൽ താല്പര്യമില്ല. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. നമ്മൾ സ്വാഭാവികമായിട്ടും അങ്ങനെ കുട്ടി വരുമ്പോൾ അതിൻ്റെ കേൾവി ചെക്ക് ചെയ്യും, കാഴ്ച ചെക്ക് ചെയ്യും, ഐക്യു നോക്കും. ഇതൊക്കെ ചെയ്യുമ്പോൾ ഒക്കെ നോർമലാണ്, കുട്ടിക്ക് പ്രശ്നമൊന്നുമില്ല. കുറച്ചൊരു ബ്ലഡ് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യും, അതൊക്കെ നോർമലാണ്. അങ്ങനെ പാരൻസിനോട് ചോദിക്കുമ്പോൾ വെൽ എഡ്യൂക്കേറ്റഡ് പാരൻസാണ്, ഉമ്മയും ഇപ്പോഴും നല്ല എഡ്യൂക്കേറ്റഡാണ്, കുഴപ്പമൊന്നുമില്ല, അവർ നന്നായി കെയർ ചെയ്യുന്നുണ്ട്, നല്ല സ്കൂളിലാണ് പഠിക്കുന്നത്. കുട്ടിയോട് ചോദിക്കുമ്പോൾ കുട്ടിയും നമ്മുടെ നോട്ടത്തിലൊക്കെ ഓക്കെയാണ്, ഫിസിക്കലി ഓക്കെയാണ്, മാൽ ന്യൂട്രീഷൻ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഓപ്പണായിട്ട് കുട്ടിയോട് സംസാരിക്കുമ്പോൾ കുട്ടി എന്താണ് കുട്ടി ഇങ്ങനെ അത് പഠിക്കാതെ അത്ര ശ്രദ്ധിക്കാതെ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ കുട്ടി വളരെ നിഷ്കളങ്കമായി കുട്ടി പറയാണ്, ഞാനധികം പഠിക്കേണ്ട ആവശ്യമില്ല, എന്താണോ സ്കൂളിൽ നിന്ന് കിട്ടുന്ന വർക്ക് അതിൻ്റെ ഉമ്മച്ചി ചെയ്തു തരും, എന്നിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാനല്ലാതെ മനഃപൂർവ്വം ചെയ്യാതിരിക്കുന്നൊന്നുമല്ല, അവർ ഓൾറെഡി കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ എന്നുള്ള രൂപത്തിൽ വളരെ നിഷ്കളങ്കമായി ഇങ്ങനെ മറുപടി പറയാം. അത് കേട്ടപ്പോഴാണ് എനിക്കിപ്പോൾ പുതിയൊരു അധ്യയന വർഷം വരികയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു മുന്നത്തേക്കാളും നമ്മുടെ കുട്ടികളെ വിദ്യാഭ്യാസത്തിൽ പാരൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഒന്നുകൂടി സ്റ്റുഡൻറ് സെൻട്രിക് എന്നുള്ളതിൽ നിന്ന് മാറി പാരൻറ് സെൻട്രിക് ആയിട്ടുണ്ട് നമ്മുടെ ഒരു വിദ്യാഭ്യാസം. ഇപ്പോൾ പുതിയ അധ്യയന വർഷം തുടങ്ങിയല്ലോ അല്ലേ? സ്കൂളിലെ ഓരോ സ്കൂളുകളും കേന്ദ്രീകരിച്ച് വരുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ, ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പുകളെ ചുറ്റിപ്പറ്റിയിട്ടാണ്, പാരൻസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടാവും, അതിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം ഇപ്പോൾ നടക്കുന്നത്. ഇതിലിത് ഈ DPPക്ക് ശേഷം കുട്ടികൾ ക്ലാസ് റൂമുകൾ വ്യത്യസ്തമായ ആക്ടിവിറ്റികളുടെയും മറ്റൊക്കെ മുറിയായി മാറിയപ്പോൾ ഈ സംഭവം ആരംഭിച്ചിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞൊരു കാര്യം, പാരൻസിൻ്റെ ഒരു ശേഷിക്കനുസരിച്ച് കുട്ടി കൊണ്ടുവരുന്ന താജ്മഹലും കുട്ടി കൊണ്ടുവരുന്ന ആക്ടിവിറ്റികളുടെയൊക്കെ ഒരു സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലതവണ നമ്മൾ ഈ പബ്ലിക് സ്ഫിയറിൽ ഡിബേറ്റ് നടന്നിട്ടുള്ള കാര്യമാണ്. കാരണം കുട്ടി കൊണ്ടുവരുന്ന അസൈൻമെൻറ്റുകൾ, വർക്കുകൾ ഇതെല്ലാം സ്റ്റേഷനറി കടയിൽ നിന്ന് വാങ്ങുകയും കുട്ടിയുടേതായിട്ടൊന്നുമില്ല, പാരൻ്റ് പഠിക്കുകയും പാരൻ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്ന അവരുടെ ഒരു ശേഷിയെ കൂടി അളക്കുന്നതായിരുന്നു. പോസ്റ്റ് കോവിഡിൽ സംഭവിച്ചൊരു കാര്യം, ഇത് വാട്സാപ്പിലേക്ക് കൂടുതലായി വന്നു എന്നുള്ളതാണ്. ഇവിടെ ഇതിന് വലിയൊരു അപകടം എനിക്ക് തോന്നുന്നത്, ഇത് വളരെ വലിയ അർത്ഥത്തിൽ കുട്ടികൾ തമ്മിലുള്ള ഒരു കമ്പാരിസണ് ഇടവരുത്തുന്നുണ്ട് എന്നുള്ളത് കൂടെയാണ്. പലപ്പോഴും നമ്മളിങ്ങനെ നമ്മുടെയൊക്കെ കുട്ടികളുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകൾ നോക്കുമ്പോൾ കാണുന്നത്, ചില വർക്കുകൾ കൊടുക്കുകയും അത് കുട്ടി അതേ ദിവസം കംപ്ലീറ്റ് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും നല്ല പഠിക്കുന്ന കുട്ടി, ഏറ്റവും കൈയക്ഷരമുള്ള കുട്ടി, ഏറ്റവും പാടാനറിയുന്ന കുട്ടി അവരവർ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തിടും. ഇത് കാണുന്നതോടുകൂടി മറ്റ് രക്ഷിതാക്കൾ മുഴുവൻ വളരെ വലിയ അർത്ഥത്തിലൊരു പ്രഷർ ബോംബായിട്ട് മാറുകയാണ്. അവർ എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ കുട്ടി ഇങ്ങനെ ആവുന്നില്ലല്ലോ എന്ന് കരുതുകയാണ്. പാട്ട് ആവർത്തിച്ച് പാടിപ്പിക്കുന്നു, ആവർത്തിച്ച് റീടേക്ക് ചെയ്യുന്നു. ഒരിക്കലും സഹപ്രവർത്തകൻ്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവൻ വീട്ടിൽ നിന്ന് ഭാര്യ ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക. ഭാര്യ പറയുന്നത് മോൻ്റെ വീഡിയോ എടുത്തിട്ട് ശരിയാവുന്നില്ല എന്നതാണ്. അപ്പോൾ LKGയിലോ UKGയിലോ പഠിക്കുന്ന കുട്ടിയുടെ പാഠഭാഗം പാടുന്ന ഒരു പാട്ട് പാടി എടുത്ത് റെക്കോർഡ് ചെയ്തിടുകയാണ്. അപ്പോൾ നേരത്തെ വന്നിട്ടുള്ള പാട്ടിനനുസരിച്ച് എൻ്റെ കുട്ടി പാടണം എന്ന് ഈ രക്ഷിതാവ് ആഗ്രഹിക്കുകയാണ്. അത് കുട്ടിയിൽ നിന്ന് ആ പെർഫോമൻസ് കിട്ടാതിരിക്കുമ്പോൾ വീട്ടിൽ ഇടിയായി ബഹളമായി വളരെ വലിയൊരു സ്ട്രെസ്സ് പാരൻറ്റിനുണ്ടാവുന്നു, കുട്ടിക്കുണ്ടാവുന്നു. ഫൈനലി ഈ കുട്ടിയും പാരൻറ്റും തമ്മിലുള്ള ബന്ധം തന്നെ വഷളായി പോകുന്നു. ഒരു പ്രീടീനിലേക്കൊക്കെ വരുമ്പോൾ അത് വളരെ വലിയ അർത്ഥത്തിൽ വഷളായി പോകുന്നു. വേറൊരു കാര്യം ഇവിടെ ഉള്ളത്, ഡിജിറ്റൽ ഡിവൈഡ് കൂടി സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഈ പാരൻറ്റിൻ്റെ കയ്യിലുള്ള ഡിവൈസ്, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ക്യാമറ ക്വാളിറ്റി, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, ഇതൊക്കെ ഇതിനെ ബാധിക്കുന്ന ഘടകമാണല്ലോ. നിങ്ങളൊരു കുട്ടിയുടെ വീഡിയോ എടുത്തിടുന്നു എന്ന് പറയുമ്പോൾ അതിൽ മറ്റ് പല ഘടകങ്ങളുണ്ട്. നിങ്ങളുടെ വീടിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, വീടിനകത്തുള്ള ലൈറ്റിങ്, നിങ്ങളുടെ സാമ്പത്തിക ശേഷിയെ ഒക്കെ പ്രതിഫലിപ്പിക്കുന്ന ഒരു കാര്യം. പാരൻറ്റിൻ്റെ ഒരു കമ്പാരിസൺ നടക്കുന്നു, കുട്ടിയുടെ ഒരു കമ്പാരിസൺ നടക്കുന്നു. ഇതൊരു പൊതു ഇടത്ത്, പ്രത്യേകിച്ച് ഒരു സ്കൂള്, LP സ്കൂൾ എന്നൊക്കെ പറയുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന മനുഷ്യരായിരിക്കും അവിടെയൊക്കെ ഉണ്ടാവുക. പരസ്പരം രക്ഷിതാക്കൾക്ക് അറിയാം. ഈ പരസ്പരം രക്ഷിതാക്കൾക്ക് അറിയാവുന്ന രക്ഷിതാക്കൾ തമ്മിൽ എൻ്റെ കുട്ടിയും നിങ്ങളെ കുട്ടിയും തമ്മിലുള്ള ഈ വ്യത്യാസം അറിയുന്നതോടുകൂടി ആ പ്രഷർ പിന്നെയും വർദ്ധിക്കുകയാണ്. അതിൽ ഈഗോ ക്ലാഷായി വർദ്ധിക്കുകയും അതൊടുവിൽ ഈ പറഞ്ഞ വീട്ടിനകത്ത് നടക്കുന്ന ഒരു വലിയ ക്ലാഷായിട്ട്, കുട്ടിക്ക് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ റിലാക്സ് ഫീൽ ചെയ്യുന്നതിന് പകരം ഇന്ന് വീട്ടിൽ സംഭവിക്കാനിരിക്കുന്ന യുദ്ധത്തെക്കുറിച്ചുള്ള ഭീതിയിലേക്ക് മാറുകയാണ്. അപ്പോൾ ഒരു കുട്ടി, ഒരു രക്ഷിതാവ്, ഒരു ഡോക്ടറാണെന്ന് തോന്നുന്നു, അദ്ദേഹം തൻ്റെ കുട്ടിയെക്കുറിച്ച് എഴുതിയിട്ടുള്ളൊരു കുറിപ്പുണ്ട്. ആ കുട്ടിയോട് ഒരിക്കൽ മുതിർന്നതിന് ശേഷം എപ്പോഴാണ് നീ ഏറ്റവും കൂടുതൽ വേദനിച്ചത് എന്ന് ചോദിച്ചപ്പോൾ എന്നെ അച്ഛൻ കൂടി തള്ളിപ്പറഞ്ഞപ്പോഴാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുട്ടികളിൽ നിന്നുണ്ടാകുന്ന കുറവുകളെ ചേർത്ത് പിടിക്കുകയും ഒരു ആശ്വാസം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന, ഒരു അഭയം കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്ന അച്ഛനിൽ നിന്ന്, അമ്മയിൽ നിന്ന് തള്ളിപ്പറയലുണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇമോഷണൽ പ്രശ്നം കൂടിയായിട്ട് ഇത് മാറുകയാണ്.
ഇത് ഈ വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് നടക്കുന്ന ഈ കാര്യം കുട്ടികൾക്കിടയിൽ രക്ഷിതാക്കൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഈ പ്രഷറിനെ കാണാതിരിക്കാൻ കഴിയില്ല എന്ന് തോന്നുന്നുണ്ട്. അതിന്റെ തുടർച്ചയാണ് രക്ഷിതാക്കൾ എന്ത് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കുട്ടി പഠിക്കാൻ ഉഷാറില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, അതിനേക്കാൾ വൃത്തിയിൽ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളത്. ഇത് എങ്ങനെയാണ് ലോങ് ടൈമിൽ കുട്ടിയെ ബാധിക്കുക എന്നുള്ളത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നാണ് തോന്നുന്നത്. കുട്ടികളുടെ ഒരു സൗകര്യത്തിന് വേണ്ടി, അവരുടെ പഠിത്തത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി തുടങ്ങുന്നതായിരിക്കും മിക്കവാറും ഈ ഗ്രൂപ്പുകളൊക്കെ. പക്ഷെ അതൊരു വിപരീത ഫലം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ടീച്ചേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് നോക്കുന്ന സമയത്ത് തന്നെ ഒരു ഈസി, നമ്മളും കുട്ടികളും പിന്നെ ടീച്ചറും തമ്മിലുള്ള ഒരു ബന്ധത്തിന് കുറച്ചുകൂടി ഒരു ഈസി ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ വാട്സപ്പ് ആയാലും മറ്റ് ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയാലും പോലും ഉപയോഗിക്കേണ്ടാവാം. പക്ഷെ അത് പിന്നെ ഒരു അനിവാര്യതക്ക് അപ്പുറത്തേക്ക് കുട്ടികളും രക്ഷിതാക്കളും അല്ലെങ്കിൽ രക്ഷിതാക്കൾ തമ്മിലുള്ള, നേരത്തെ ജഫർ സാർ പറഞ്ഞതുപോലെ ഒരു മത്സരത്തിൻ്റെ മോഡിലേക്ക് മാറുക എന്നുള്ളത് ഒരു പ്രശ്നമാണ്. നമ്മൾ ക്ലാസ്സിൽ നിന്ന് ടീച്ചേഴ്സ് കൊടുക്കുന്ന പാഠഭാഗങ്ങൾ കുട്ടികൾ പഠിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അസൈൻമെൻറ്റ് കൊടുത്തിട്ടുണ്ടോ, ഹോംവർക്ക് കൊടുത്തിട്ടുണ്ടോ, ഇത് രക്ഷിതാക്കൾ അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവുക, സ്കൂളുകളിലായാലും മറ്റു സ്ഥാപനങ്ങളിലായാലും ഒക്കെ. പക്ഷെ ഇതിനെ പിന്നെ അനിവാര്യതക്കപ്പുറത്തേക്ക് തമ്മിൽ ഒരു മത്സരം ഉണ്ടാക്കുന്ന ഒരു ഭയങ്കര ഒരു ഈഗോ ഹേർട്ട് ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകുക എന്നുള്ളതാണ് അപകടം. അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്ത് നമ്മൾ ഇതിനൊരു കോഡ് ഓഫ് കോണ്ടക്റ്റ് ഒക്കെ കൊണ്ടുവന്ന് ഒരു പ്രോട്ടോക്കോൾ കൊണ്ടുവന്ന് ആ രീതിയിലേക്ക് കൊണ്ടുപോകാന്നുള്ളത് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് പുതിയ കാലത്ത് നമ്മുടെ വിദ്യാഭ്യാസ രീതികൾ കുട്ടികൾ തമ്മിലുള്ള മത്സരങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണല്ലോ. നമ്മൾ മാർക്ക് സിസ്റ്റം മാറ്റി ഗ്രേഡിംഗ് ആക്കിയത് അതിനാണ്. റാങ്കിങ് സിസ്റ്റം സ്കൂളുകളിൽ അതല്ലെങ്കിൽ ജില്ലാ തലത്തിലോ സംസ്ഥാന തലത്തിലോ ഒന്നും നമ്മൾ SLCക്കോ +2നോ ഒന്നിനും നമ്മൾ പറയാറില്ല. അങ്ങനെ കുട്ടികൾ തമ്മിലുള്ള പരമാവധി കമ്പാരിസൺ വേണ്ട, അതല്ലെങ്കിൽ അത് അവരുടെ പ്രഷറിനെ, മെൻ്റൽ പ്രഷറിനെ ബാധിക്കുന്നുണ്ടെന്ന് പറയുകയും എന്നിട്ട് നമ്മൾ ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ വലിയൊരു പ്രഷർ കുക്കറായി മാറുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. ജഫർ മാഷ് പറഞ്ഞ പോലെ അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ, ഒന്ന് ഈ കമ്പാരിസൺ എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട്. പിന്നെ രണ്ടാമത് ഡിജിറ്റൽ ഡിവൈഡ് എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. വേറൊന്ന് ഈ പാരൻസിൻ്റെ എഡ്യൂക്കേഷൻ അനുസരിച്ചാണല്ലോ അവരുടെ ഒരു ഈ കുട്ടിയുടെ പേരിൽ, ഇപ്പോൾ A എന്ന് പറയുന്ന കുട്ടിയാണെങ്കിൽ അതിൻ്റെ പേരൻ്റ് ആയിരിക്കും അതിനു വേണ്ടി ഈ ഗ്രൂപ്പിൽ കാര്യങ്ങൾ ഇടുന്നുണ്ടാവുക. അവരുടെ എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് B എന്ന് പറയുന്ന കുട്ടിയുടെ പാരൻസിൻ്റെ എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് ബാക്കി സ്റ്റാറ്റസിൽ നിന്ന് വിഭിന്നമായിരിക്കും. അപ്പം അതിൻ്റെ ഒരു വ്യത്യാസത്തിനനുസരിച്ചായിരിക്കും ഈ കുട്ടികൾക്കിടയിലുള്ള ഒരു താരതമ്യം നടക്കുക. അതിൻ്റെയൊക്കെ ഒരു പ്രശ്നങ്ങൾ ലോങ് ടേമിൽ കുട്ടികളുടെ മൊത്തത്തിൽ അവരുടെ ഒരു ഇൻ്റലക്ച്വൽ ഗ്രോത്തിനെ ബാധിക്കും എന്നുള്ളതല്ലേ ഇപ്പോൾ ഇതിലൊരു മെയിൻ കൺസേൺ ആയിട്ട് വരിക. ഇതിൻ്റെ മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ, അല്ലെങ്കിൽ പഠന പിന്നോക്കാവസ്ഥയുള്ള കുട്ടികൾ, സ്ലോ ലേണേഴ്സ്, ഇങ്ങനെ പലതരത്തിലുള്ള കുട്ടികളുണ്ട്. ഈ കുട്ടികളൊക്കെ ചേർത്തുകൊണ്ട് ഇൻക്ലൂസീവായ ഒരു വിദ്യാഭ്യാസ നയമാണ് നമ്മുടേത്. പക്ഷേ ആ വിദ്യാഭ്യാസത്തിനകത്ത് നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടും സമൂഹത്തിലൊരു സ്റ്റിഗ്മ കൂടി നിലനിൽക്കുന്നുണ്ട് ഈ കുട്ടികൾക്ക് നേരെ. അതിനെ കൂടി വളർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നയാളുടെ കുട്ടി പഠിക്കാൻ ഉഷാറില്ല എന്ന്, അല്ലെങ്കിൽ ഇന്നയാളുടെ കുട്ടി ഇങ്ങനെയാണ്, ആ കുട്ടി ഇൻ്റലക്ച്വലി ഡിസേബിൾ ആണ് എന്ന് പലയിടത്തും ഇങ്ങനെ വേറൊരു ആംഗിളിലാണ് ഇതിന് ഉണ്ടാക്കുന്ന ഒരു നറേഷൻ. അപ്പോൾ ഇങ്ങനെ തുടങ്ങുന്ന പലതരം പ്രശ്നങ്ങൾ ഇത് സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പുകൾ, നേരത്തെ സീഫ് പറഞ്ഞ പോലെ, ഈ ഗ്രൂപ്പുകൾ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതിനപ്പുറത്ത് അത് ഈ തരത്തിൽ കുട്ടികളുടെ അടയാളപ്പെടുത്തുന്ന, അവരുടെ വർക്കിനെ വാങ്ങുന്ന, അവരുടെ കാര്യങ്ങൾ സ്വീകരിക്കുന്ന ഒന്നായി മാറുമ്പോൾ ഈ തരത്തിലുള്ള കമ്പാരിസൺ സ്വാഭാവികമായിട്ട് നടക്കും. അത് ഉദ്ദേശിച്ചു എന്നല്ല, അത് സ്വാഭാവികമായിട്ട് നടക്കും എന്നുള്ളതാണ്. അതിന് പകരം നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന LMS പോലുള്ള സംവിധാനങ്ങളെക്കുറിച്ച് ഗവൺമെൻറ് ആലോചിക്കേണ്ട കാര്യമാണ്. ക്ലാസ് മുറിയിൽ നടക്കുന്നതിനപ്പുറത്ത് ഒരു ആഫ്റ്റർ സ്കൂൾ ആക്ടിവിറ്റി എന്ന അർത്ഥത്തിൽ കുട്ടിക്ക് കൊടുക്കേണ്ട കാര്യങ്ങളെ കുറച്ചുകൂടി കൊണ്ടുവരാൻ പറ്റും. നമ്മൾ പുതിയ ക്ലാസ് മുറികളിൽ ഒരു ഫെസിലിറ്റേറ്ററാണ് അധ്യാപകർ എന്നൊക്കെ നമ്മൾ ദീർഘമായിട്ട് NCF-ലും KCF-ലൊക്കെ പറയുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള കാര്യം. പക്ഷേ എത്രത്തോളം ഫെസിലിറ്റേറ്റർ ആവുന്നുണ്ട് എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. കണ്ടന്റ് ഫ്ലഡ് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇതിനോട് ചേർത്ത് തന്നെ വായിക്കേണ്ട ഒരു കാര്യം, ഈ പരീക്ഷയുടെ തലേന്ന് കുട്ടികൾ ഈ ട്യൂഷൻ സെന്ററുകൾ നടത്തുന്ന ലൈവുകൾ കേൾക്കാൻ മത്സരിക്കും, അതിൽ നിന്ന് ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത്. അപ്പോൾ കുട്ടിക്കറിയാം ഈ ലൈവ് കേട്ടാൽ എനിക്ക് ഉത്തരം എഴുതാൻ പറ്റും എന്ന്. അവിടെയുള്ള കുട്ടികളാണ് ക്ലാസ് മുറിയിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടികളെ ക്ലാസ് മുറിയിൽ നിന്ന് മെൻഡ് ചെയ്യാൻ, അവർക്കൊരു ഫെസിലിറ്റേറ്ററായി മാറാനും മെൻറ്ററായി മാറാനും അവരെ ഷേപ്പ് ചെയ്യാനും ഈ അധ്യാപകർക്ക് കഴിയണം. രാജൻ ഗുരുക്കൾ കോളേജുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്യാമ്പസുകളുടെ പ്രശ്നം നമുക്ക് പണ്ഡിതന്മാരില്ല എന്നാണ്. അതിൽ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ ഏകാംഗ കമ്മീഷൻ ആയിരുന്നല്ലോ, അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം അതാണ്, നമുക്ക് പണ്ഡിതന്മാരില്ല എന്നുള്ളതാണ്, നമുക്ക് അധ്യാപകരേ ഉള്ളൂ. സമാനമായിട്ടാണ് നമ്മുടെ ക്ലാസ് മുറികളിലും സംഭവിക്കുന്നത്. നമുക്ക് പണ്ഡിതന്മാരാണ് ഉണ്ടാവേണ്ടത്. അവർ കുട്ടികളെ ഗൈഡ് ചെയ്യുന്ന, മെൻഡ് ചെയ്യുന്ന ആളുകളായിട്ട് മാറണം. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് കണ്ടന്റ് ലഭിക്കാൻ മറ്റു പല ഏരിയകളുണ്ട്. ഇപ്പോൾ പുതിയ AI വരുന്നു, അല്ലെങ്കിൽ പുതിയ ലോകം വരുന്നു. ഒരിക്കലും ഒരു വളരെ ഫാസ്റ്റായിട്ട് മോഡിഫൈ ചെയ്യുന്ന ഒരു സിലബസ് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് സാധ്യമല്ല. ഇപ്പം നമ്മൾ 5 വർഷത്തിലൊരിക്കലൊക്കെയാണ് പാഠപുസ്തകം പരിഷ്കരിക്കുന്നത്. 6 മാസത്തിൽ പാഠപുസ്തകം പരിഷ്കരിച്ചാൽ പോലും കാലത്തിനൊപ്പം ഓടിയെത്താൻ പറ്റും എന്നുള്ളത് സംശയമാണ്. പക്ഷേ നമ്മുടെ പാഠപുസ്തകങ്ങളാവട്ടെ, നമ്മുടെ ഡിജിറ്റൽ സംവിധാനങ്ങളാവട്ടെ, സർക്കാർ നടത്തുന്ന
TV ചാനലുകൾ പോലെ ആവട്ടെ, അതിലേക്ക് കണ്ടന്റുകൾ എത്രത്തോളം കുട്ടികളുടെ ലെവലിലേക്ക് വരുന്നു എന്നുള്ളത് നമ്മൾ ഇതിനോട് ചേർത്ത് ആലോചിക്കേണ്ട കാര്യം. അപ്പോൾ ഡിജിറ്റൽ സംവിധാനങ്ങളെ നമ്മൾ എങ്ങനെയാണ് പോസിറ്റീവായിട്ടും ഏറ്റവും സാങ്കേതികമായ മികവോടെയും ഉപയോഗിക്കേണ്ടതെന്നുള്ളത് വളരെ വലിയ അർത്ഥത്തിൽ റിസർച്ച് നടക്കേണ്ടതാണ്. ഡിജിറ്റൽ ലിറ്ററസി നടത്തണം, അത്തരം കാര്യങ്ങളൊക്കെ നടത്തണം. പക്ഷേ ഇതിൻ്റെ മറവിൽ ഇത്തരം ഗ്രൂപ്പുകളും ഇത്തരം സാധനങ്ങളും പാരലലി നടക്കുമ്പോൾ കുട്ടികൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ മറവിൽ നടക്കുന്ന ദുരുപയോഗങ്ങൾ കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഇപ്പം ഇന്നും വന്നിട്ടുള്ള CBSE സ്കൂളുകളുടെ കൂട്ടായ്മയുടെ മറ്റു പഠന റിപ്പോർട്ട് ഇന്ന് വായിക്കേണ്ടായി. അതിലും പറയുന്ന 70% കുട്ടികൾക്ക് ഡിജിറ്റൽ ഉപയോഗം മൂലം അറ്റൻഷൻ ഡെഫിസിറ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം സയൻറ്റിഫിക് ആണെന്ന് എനിക്കറിയില്ല ആ പഠനം. പക്ഷേ അത്തരത്തിൽ നമ്മുടെ മുമ്പിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല ഈ ഡെവലപ്ഡ് രാജ്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് പാഠപുസ്തകങ്ങളിലേക്ക് തിരിച്ചു പോകണമെന്നും ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപേക്ഷിക്കണം എന്നും പറഞ്ഞുകൊണ്ട് സർക്കുലർ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. രാജ്യങ്ങളിൽ ടാബുകളും പോലുള്ള കാര്യങ്ങൾ വാങ്ങി വെച്ചുകൊണ്ടിരിക്കുന്നു ഒക്കെയുള്ള വാർത്തകളും വായിക്കുന്നത്. നമ്മൾ കാലത്തോടൊപ്പം സഞ്ചരിക്കാൻ എത്രത്തോളം മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത് ഒരു പുതിയ ചോദ്യമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ആ ചോദ്യം ഉണ്ടായിരിക്കുക, അതിനെ താൽക്കാലികമായിട്ടൊരു ഒട്ടയടക്കൽ ആയി ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ മാറാതിരിക്കുക എന്നുള്ളതാണ്. ഇത് ടീച്ചേഴ്സിനും മറ്റൊരുത്തത്തിൽ ഭാരമാവുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വാഭാവികമായിട്ട് ഇത് ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്കിടയിലൊക്കെ അധ്യാപകർക്കിടയിലൊക്കെ നടക്കുന്നത്. വീട്ടിലെത്തിയാൽ പോലും അവർക്ക് അവരുടെ കുടുംബത്തോടൊപ്പം അവരുടെ നാളത്തെ പാഠഭാഗത്തിനുള്ള പ്രിപ്പറേഷനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ചെയ്യുന്ന ഒന്നും സമയമില്ലാതെ രക്ഷിതാക്കളും അധ്യാപകരും തമ്മിലുള്ള ദീർഘമായൊരു കമ്മ്യൂണിക്കേഷനായിട്ട് ഒരു സംഘടന റിലീസിങ് ഇല്ലാത്ത ഒരു പാട്ട് പാടിയിടാൻ പറഞ്ഞാൽ 40-45 കുട്ടികൾ ടീച്ചർ വീണ്ടും കേൾക്കണം, രാത്രിയും കേൾക്കണം. അത് വീണ്ടും സ്റ്റാർ കൊടുക്കണം, അതിന് അപ്രീസിയേഷൻ കൊടുക്കണം. ഇത് ടീച്ചർക്ക് റിലാക്സ് ചെയ്യും, ടീച്ചർക്ക് പൂർണ്ണമായിട്ട് ഇതിനൊരു മോചനം ഇല്ല. നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു സംഭവം ഇപ്പോൾ റൈറ്റ് ടു ഡിസ്കണക്ട് ഒക്കെ ചർച്ചയാവുന്ന ഒരു സമയം കൂടിയാണല്ലോ. ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അവർ 24/7 അവർ ഈ ഗ്രൂപ്പ് കൂടി വരുന്ന സമയത്ത് 24/7 അവർ വർക്ക് ചെയ്യാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ റൈറ്റ് ടു ഡിസ്കണക്ട് ഒക്കെ ഒന്നുകൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു സംഭവമാണ്. IT ഫീൽഡിലൊക്കെയാണല്ലോ കാര്യമായിട്ട് ആ ചർച്ച തുടങ്ങിയത്. മാത്രമല്ല എനിക്ക് തോന്നുന്നത് നമ്മളൊരു ശരിക്കും നമ്മൾ സ്കൂളിലേക്ക് പോകുന്നത് എന്തിനാ, കുട്ടികളെ പറഞ്ഞേക്കുന്നത് എന്തിനാ, പഠിക്കാനാണ്. 10 മണി മുതൽ 4 മണി വരെ, ഇൻക്ലൂഡിങ് യാത്രയാണെങ്കിൽ 9 മണി മുതൽ 5 മണി വരെ ജീവിതത്തിൻ്റെ നല്ലൊരു സമയം അവർ സ്പെൻഡ് ചെയ്യുന്നത് പഠിക്കാനാണ്. സ്കൂളിലെത്തുന്നു, അവർ പഠിക്കുന്നു. ഏകദേശം ഏറ്റവും ഒരു നല്ല അതിൻ്റെ ഒരു ബൾക്ക് നല്ല പഠനം ശരിക്കും സ്കൂളിൽ നടക്കേണ്ടതാണ്. പലപ്പോഴും സംഭവിക്കുന്നത് എന്താ, സ്കൂളിൽ പോകുന്നുണ്ട്, അറ്റൻഡൻസ് കിട്ടുന്നുണ്ട്, പഠിത്തം പലപ്പോഴും വീട്ടിൽ വന്നിട്ട് പിന്നെയും കുട്ടിക്കും ബർഡനാണ്, രക്ഷിതാവിനും ബർഡനാണ്, അവിടെയുള്ള ടീച്ചർക്കും ബർഡനാണ്. എന്നിട്ട് അതിന് പുറമെ ട്യൂഷനും പോകണം. എന്തിനാണ് പിന്നെ ഇങ്ങനെ പ്രചരിച്ചിരുന്നു. അതിങ്ങനെയാണ്, അധ്യാപകന് ടീച്ചർ പാരന്റിനെ വിളിച്ചിട്ട് സംസാരിക്കുകയാണ്. പാരന്റിനോട് പറയുന്നത് നിങ്ങളും കൂടി ശ്രദ്ധിക്കണം എന്നാണ്. അപ്പോൾ അദ്ദേഹം മറുപടി പറയുന്നുണ്ട്, ഞാൻ വീട്ടിൽ നിന്ന് ശ്രദ്ധിക്കില്ല. അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഞാനങ്ങനെ പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. കാരണം ഞാൻ പഠിപ്പിക്കാൻ സ്കൂളിലേക്ക് വിടുന്നു, അതെൻ്റെ ബാധ്യതയാണ്. ആ ബാധ്യത ഞാൻ നിറവേറ്റി കഴിഞ്ഞ് പിന്നെ ഞാനും കൂടി പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അല്ല, നിങ്ങളും പഠിപ്പിച്ചാലേ പൂർണ്ണമാവുള്ളൂ എന്ന് ടീച്ചർ പറയുമ്പോൾ ഇയാൾ മറുപടി പറയുന്നുണ്ട്, നിങ്ങൾ ടീച്ചിങ് പരിശീലിച്ച ആളാണ്, ഞാൻ പരിശീലിച്ച ആളല്ല. എനിക്ക് ടീച്ചിങ്ങിന് പരിശീലനം ലഭിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും ഞാൻ പഠിപ്പിക്കുമ്പോൾ തെറ്റുകൾ സംഭവിക്കാം. വീട്ടിൽ സ്ട്രെസ്സായി, പ്രശ്നമായി, ബഹളമായി, കരച്ചിലായി. ഇത് എല്ലാ വീടുകളിലും, പ്രത്യേകിച്ചൊരു അപ്പർ പ്രൈമറി വരെയുള്ള കുട്ടികളുടെ വീടുകളിലൊക്കെ നടക്കുന്നൊരു കാര്യം ഇതായിരിക്കും. നമ്മൾ വൈകുന്നേരം ആയാൽ പിന്നെ വീട്ടിൽ നടക്കുന്നത് ഒരു മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ഒരു സംഘട്ടന ആയിരിക്കും. ഒരു ആവറേജ് വീടുകളിലൊക്കെ നടക്കുന്നുണ്ടാവും. ഒരു ഐക്യ ലെവലൊക്കെ കൂടി നിൽക്കുന്ന ഒരു നല്ല കുട്ടികളുടെ, ഒരു ബ്രൈറ്റർ ആയിട്ടുള്ള കുട്ടികളുടെ കാര്യത്തിൽ ഒരുപക്ഷെ മാറ്റം ഉണ്ടാവും. എങ്കിൽ പോലും മറ്റെല്ലാ വീട്ടുകളിലും നടക്കുന്നൊരു കാഴ്ച ഇതൊടുവിൽ കരച്ചിലും പിഴിച്ചിലും കണ്ണീരിലും അടിയിലും അവസാനിക്കുകയും ഒടുവിൽ ഉമ്മ, നേരത്തെ പറഞ്ഞ ഉമ്മ ഉണ്ടാവുകയും ചെയ്യും. ആ ഉമ്മ എന്ത് ചെയ്യും, വർക്ക് ചെയ്തിട്ട് വാട്സാപ്പ് ഗ്രൂപ്പിലിട്ട് ഉമ്മ എൻ്റെ കുട്ടി വർക്ക് ചെയ്തിരിക്കുന്നു എന്ന സംതൃപ്തിയിലെത്തുകയാണ് ചെയ്യുന്നത്. കുട്ടികൾ തമ്മിൽ നടക്കേണ്ട ഒരു ഈ വിദ്യാഭ്യാസപരമായ സംഭവങ്ങളും വർക്കെല്ലാം അത് രക്ഷിതാക്കൾ തമ്മിലാവുകയാണ്. എന്നിട്ട് ശരിക്കും അത് രക്ഷിതാക്കൾ തമ്മിലുള്ള അവരുടെ ആ രക്ഷിതാക്കളുടെ വിദ്യാഭ്യാസ ക്വാളിറ്റിയിലൊക്കെ തമ്മിലുള്ള വ്യത്യാസം കുട്ടികൾക്കിടയിൽ വരികയും ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ ജാഫർ മാഷ് ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറഞ്ഞു, അതുപോലെ വേണമെങ്കിൽ നമുക്ക് പാരൻ്റൽ ഡിവൈഡ് എന്നൊക്കെ പറയുന്ന പോലത്തിലുള്ള ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലിപ്പം നമ്മുടെ പ്രവേശനോത്സവത്തിന് സർക്കാർ കുറച്ച് സ്വപ്നങ്ങൾ മുന്നോട്ട് വെച്ചല്ലോ. ഈ ആഴ്ചയിൽ ഒരു ദിവസം കളർ ഡ്രസ്സ് ഇടാം ഇനി ഒരു അനുവാദം കൊടുക്കുന്നൊക്കെ. അപ്പോൾ അത് വന്നപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ടായ ചർച്ചയിൽ ഒരു പാരൻറ്റ് നന്നായിട്ട് പറഞ്ഞത്, ഇത് പിന്നെ ചില കുട്ടികൾക്കെങ്കിലും ഒരു കളർഫുൾ ഡ്രസ്സ് ആഴ്ചയിൽ ഒരു ദിവസം ഇടാൻ പറ്റുന്ന സാമ്പത്തിക ശേഷി ഉണ്ടാവില്ല എന്നാണ്. ഈ പിന്നെ നമ്മുടെ ഈ വാട്സാപ്പിൽ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും എന്നുള്ളതാണ്. ഈ വസ്ത്രങ്ങൾ ഉണ്ടാവും, വസ്ത്രമില്ലാത്ത മനുഷ്യരൊന്നും ഉണ്ടാവും, മീൻസ് പുതിയത് ഇടാൻ പറ്റില്ല. ഈ രണ്ടു തരം കുട്ടികൾ, ഇപ്പം നമ്മൾ വേറൊരു ഇതിനോട് ചേർത്ത് തന്നെ പറയേണ്ട ഒരു കാര്യം, ക്ലാസ് റൂമിൽ നിന്ന് റീലുകൾ ചെയ്യുന്ന അധ്യാപകരുണ്ട്, പലതരം ചാനലുകളുണ്ട്. ആ ചാനൽ ക്ലാസ് റൂമിൽ കുട്ടികളുടെ ആക്ടിവിറ്റികൾ ഷൂട്ട് ചെയ്തിട്ട് പുറത്തു വിടുകയാണ്.
നമ്മുടെ ചാനലുകളൊക്കെ കുട്ടികളുടെ ബൈറ്റുകൾ വിടുമ്പോൾ മുഖം മാസ്ക് ചെയ്തിട്ടാണ് പുറത്തു വിടുന്നത്. ആ പ്രോട്ടോകോൾ അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ക്ലാസ് മുറിയിൽ നിന്ന് റീൽ ചെയ്യുന്ന അധ്യാപകർ അവർ ഈ കുട്ടികളുടെ എല്ലാതരം റീലുകളും എടുത്ത് ക്ലാസ് മുറിയെ റീലാക്കി മാറ്റിയിട്ട് അത് പഠനവുമായി ബന്ധപ്പെട്ട ഒരു പ്രക്രിയയല്ല. പഠനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രക്രിയ ഷൂട്ട് ചെയ്ത് വിടുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അത് തന്നെ വിടണോ വേണ്ടെന്നുള്ള വേറൊരു ചോദ്യമാണ്. കാരണം ഈ AI കാലം, ദുരുപയോഗ സാധ്യതയുള്ള കാലം, ഫേക്ക് വീഡിയോകളുടെയും ഡീപ്പ് ഫേക്കുകളുടെയൊക്കെ ഒരു കാലത്ത് നമ്മൾ എത്രത്തോളം കുട്ടികളുടെ സ്വകാര്യതയെ സംരക്ഷിക്കണം എന്ന ചർച്ച വേറൊരു സൈബർ ലോകത്ത് നടക്കുന്ന ഒരു സീരിയസ് ആയ ചർച്ചയാണ്. ഞാൻ അതിനെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്. ഇവിടെ ഈ കുട്ടികളുടെ ഇത്തരം റീലുകളും മറ്റൊക്കെ പുറത്തുവിടുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഡിവൈഡ്. ഓരോ കുട്ടിയുടെയും വസ്ത്രം വെച്ചുകൊണ്ട് ആ കുട്ടിയെ നമുക്ക് അളക്കാൻ പറ്റുന്നുണ്ട്. അത് വസ്ത്രത്തിന്റെ വസ്ത്രം, നിറം, സൗന്ദര്യം, ഇത്തരം തുടങ്ങുന്ന സങ്കല്പങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും കുട്ടി എത്രത്തോളം ഫോട്ടോജനിക് ആണ് എന്നുള്ളത് കുട്ടി മുന്നിലേക്ക് വരാൻ, കുട്ടി ആക്റ്റീവ് ആവാൻ, അധ്യാപകരുടെ റീലിൽ സജീവമായി നിൽക്കുന്ന 4-5 കുട്ടികളുണ്ടാവും. ആ കുട്ടികളാണ് റീലിൽ വരുന്നത്. കുട്ടികളുടെ സൗന്ദര്യം ഫോട്ടോജനിക് ആണോ അല്ലേ, സൗന്ദര്യം എന്നുള്ള വാക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എനിക്കറിയില്ല. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊരു ആശയം ഇങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യമുണ്ട്. ഇതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ക്ലാസ് മുറിയിൽ നിൽക്കുന്ന കുട്ടികളുടെ സ്വകാര്യതയെ അത് സ്കൂളുകളുടെ ബ്രോഷറുകൾക്ക് വേണ്ടി പോലും ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള വിത്ത് കൺസെൻറ്റ്, പാരൻസിൻ്റെ കൺസെൻറ്റ് കൂടി ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതൊക്കെ പോട്ടെ, അതിനൊക്കെ അപ്പുറത്ത് നിരന്തരമായി റീലുകൾ ഉണ്ടാക്കുകയും അത് വിൽപ്പന നടത്തുകയും ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ റവന്യൂ കണ്ടെത്താൻ വേണ്ടി അധ്യാപകർ ഇത് ചെയ്യുകയും ചെയ്യുന്ന സാധ്യത രീതിയും ധാരാളമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതുകൂടി അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്. നമ്മുടെ കുട്ടികളെ അവരുടെ സ്വകാര്യതയെ, അവരുടെ അഭിമാനത്തെ, ഒരു വ്യക്തിയാണ് കുട്ടി എന്ന് പറയുന്നത്, ഒരു വ്യക്തി കൂടിയാണ്. ആ വ്യക്തിയുടെ അഭിമാനം, സ്വകാര്യത തുടങ്ങിയ വ്യക്തികൾക്കുള്ള എല്ലാതരം അവകാശങ്ങളും ഈ കുട്ടിക്കുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കുട്ടിയെ ഒരു വ്യക്തിയായി പരിഗണിച്ചുകൊണ്ട് ആയിരിക്കണം നമ്മുടെ ഈ സംവിധാനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ സാങ്കേതിക സംവിധാനങ്ങളെ ഇനിയും മികവോടെ ഉപയോഗിക്കണം. നമുക്കൊരു AI മിനിസ്റ്ററൊക്കെ വന്ന കാലത്താണ് നമ്മളുള്ളത്. ആ AI മിനിസ്റ്റർ എന്നൊക്കെ പറയുന്നത് നമ്മളത് എത്രത്തോളം വിദ്യാഭ്യാസത്തിൽ എംബഡ് ചെയ്യപ്പെടും എന്നൊക്കെ നമ്മളിനി കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇപ്പോൾ പുതിയ കാലത്തെ വിദ്യാഭ്യാസ വിദഗ്ധരൊക്കെ പറയുന്ന ഒരു കാര്യം, കുട്ടികളുടെ മോട്ടോർ സ്കിൽസ്, ഫ്ലെക്സിബിലിറ്റി, അഡാപ്റ്റബിലിറ്റി, ഇതൊക്കെ ആയിരിക്കും ഭാവിയുടെ സ്കില്ലുകൾ എന്ന് പറയുന്ന കാലത്താണ് നമ്മളുള്ളത്. അപ്പോൾ അത്തരം സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ എന്താണ് നമ്മുടെ കരിക്കുലത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണണം. അങ്ങനെ പ്രോഗ്രസ് ആയ കാര്യങ്ങൾ നടക്കേണ്ടതിന് പകരം നമ്മളിപ്പോഴും ഇങ്ങനെ എങ്ങനെയാണ് പിറകിലേക്ക് തിരിച്ചു പോകാൻ പറ്റുക? നമ്മൾ ഒരു കാലത്ത് ഒഴിവാക്കിയ കുറേ സമ്പ്രദായങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുക എന്ന ആലോചനയിലേക്കാണോ ഈ വാട്സാപ്പ് ഗ്രൂപ്പുകൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളെ ചെന്നെത്തിക്കുന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. കുട്ടികളുടെ ഈ മാനസികാരോഗ്യം കൂടി ഇതിൽ ഭയങ്കര കൺസേണാണ്. നമ്മൾ പലപ്പോഴും ഡോക്ടർമാരായ നമ്മളെടുത്താലും കുട്ടികൾ ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ പലപ്പോഴും അത് മാനസികാരോഗ്യ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ല വരിക. ഒന്നുകിൽ പഠനത്തിൽ പിന്നിലാന്ന് പറഞ്ഞു വരും, ചിലപ്പോൾ സ്വഭാവത്തിൽ മാറ്റം വരും. ഉമ്മനോടുള്ള സ്വഭാവം, അച്ഛനോടുള്ള സ്വഭാവം, കൂടെയുള്ള കുട്ടികളോടുള്ള സ്വഭാവം, ചിലപ്പോൾ നമ്മളതിന് ഒരു അറ്റൻഷൻ ഡെഫിസിറ്റ് പോലെ പ്രസൻറ്റ് ചെയ്യും. എന്താണെങ്കിലും അതെ, ഫുൾ ഉറക്കാന്ന് പറഞ്ഞ പ്രസൻറ്റ് ചെയ്യും. എന്താണെങ്കിലും അവരിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ ഫസ്റ്റ് ഞാൻ പറഞ്ഞ ഉദാഹരണം പോലെ എന്താണ് ചുറ്റും നടക്കുന്നത് എന്ന് അവർ കൃത്യമായി അവർ മനസ്സിലാക്കുന്നുണ്ട്. അവർക്കതിലൊരു റോളില്ലാത്ത പോലെ അവർക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പഠനത്തിനും സംവിധാനത്തിനൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇത് എൻ്റെ രക്ഷിതാക്കൾ തമ്മിൽ, അല്ലെങ്കിൽ എൻ്റെ രക്ഷിതാവും എൻ്റെ സുഹൃത്തിൻ്റെ രക്ഷിതാവും അവർ തമ്മിലുള്ളൊരു പഠിത്ത സമ്പ്രദായമാണെന്ന് അവന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടി എന്തിനാണ് സ്കൂളിൽ പോകുന്നത് എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയുണ്ട്. രാത്രി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ സമാധാനത്തോടെ സന്തോഷത്തോടെ കഥ പറഞ്ഞ് ചിരിച്ച് ആസ്വദിച്ച് ഉറങ്ങാൻ കഴിയുമ്പോഴാണ് നാളെ കുട്ടിക്ക് പുതിയൊരു റിഫ്രഷ് ആയിട്ട് ഉണരാൻ പറ്റുക. രാത്രി തളർന്ന് ഉമ്മയോട് ദേഷ്യം പിടിച്ച് കരഞ്ഞ് അടി വാങ്ങി കിടന്നുറങ്ങുന്ന ഒരു കുട്ടിക്ക് എങ്ങനെയാണ് പിറ്റേ ദിവസത്തെ സന്തോഷത്തോടെ വരവേൽക്കാൻ കഴിയുക? എങ്ങനെയാണ് കുട്ടിയിൽ സന്തോഷം ഉണ്ടാവുക? ഒന്നുകൂടി ഗൗരവത്തിൽ അപ്പോൾ ഈ സ്കൂളുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പേരൻസ് ടീച്ചേഴ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രമായിട്ട് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ കുറച്ചുകൂടി ഗൗരവത്തിൽ അതിനെ കാണുക അല്ലേ? ഗവൺമെന്റ് ഇതിന് കൃത്യമായിട്ടുള്ള പ്രോട്ടോകോൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അധ്യാപകരുമായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, ഇത്തരം കുട്ടികളുടെ മാർക്കുകൾ PTA മീറ്റിംഗിൽ പോലും പരസ്പരം കാണാൻ പാടില്ല എന്ന് സർക്കാർ പറയുന്നു. വാട്സാപ്പ് ഗ്രൂപ്പുകളെ ഇങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പാടില്ല, റാങ്ക് തമ്മിൽ കാണാൻ പാടില്ല, റാങ്ക് പബ്ലിഷ് ചെയ്യാൻ പാടില്ല, റാങ്ക് അനുസരിച്ച് കുട്ടികളുടെ മാർക്ക് എഴുതാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബാക്ക് ബെഞ്ച് സിസ്റ്റം ഒഴിവാക്കുക എന്നുള്ളത് പറയണ്ടല്ലോ. അപ്പൊ ഇതിന്റെ നടപ്പിലാക്കലുകൾ, ഗ്രേഡിംഗ് സംവിധാനം വന്നത് തന്നെ ഇതിനു വേണ്ടിയിട്ടാണല്ലോ. ഫസ്റ്റ് റാങ്ക് കിട്ടിയത്, സെക്കൻഡ് റാങ്ക് കിട്ടിയത്, ആ ഒരു മത്സരം കുട്ടികളുടെ ഇടയിൽ ഒഴിവാക്കാൻ വേണ്ടി സ്കൂളുകളാണ് ഇത് കുറച്ചുകൂടി ഗ്രാവിറ്റിയിൽ ഇത് നടപ്പിലാക്കുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത്. സ്വകാര്യ സ്കൂളുകളാണ് ഇത്തരം മത്സരങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഇത്തരത്തിൽ ഈ പ്രാക്ടീസ് മാർക്കറ്റിംഗ് ശക്തിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾ കുട്ടികളെ കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നു, ഞങ്ങൾ മുഴുവൻ സമയം ഞങ്ങളുടെ അധ്യാപകർ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നൊരു തോന്നിപ്പിക്കാനാണ് റഫേൽ ചെയ്യുന്നത്. ഇത് കുട്ടികളെ
ഒരു തരത്തിൽ ബന്ധനത്തിലേക്ക് ഇങ്ങനെ അല്ല, പോവുകയും അധ്യാപകർ മുഴുവൻ സമയം കുട്ടികളുടെ കൂടെ വേണമെന്നുള്ള ചർച്ച അവിടെ ബാക്കിയുണ്ട്. ഇങ്ങനെ ചർച്ചകൾ നീണ്ടു പോകുന്നതാ പ്രശ്നം. ഒരു മെൻറ്ററായി മാത്രം അതെ, മതി. അധ്യാപകർ സ്കൂളിലല്ലേ ശരിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇത് വെച്ചിട്ട് അധ്യാപകർ സ്കൂളിലാണല്ലോ വേണ്ടത്. അത് അധ്യാപകർക്കും ലോങ് ടൈമിൽ അവരുടെ ജോലിയെയും അവരുടെ മെന്റൽ ഒരു സമാധാനത്തെയും ബാധിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. റൈറ്റ് ടു ഡിസ്കണക്ട് എന്നുള്ള ആശയവും നേരത്തെ പറഞ്ഞ വീട്ടിലെത്തിയിട്ടും സമാധാനത്തോടെ ഒരു റിലാക്സ് ആയി അവരുടെ മക്കളെ കുടുംബം ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് നല്ല റിഫ്രഷ് ആയിട്ട് പുതിയൊരു സന്തോഷത്തോടെ അധ്യാപകർക്ക് സ്കൂളിലേക്ക് കയറി വരാൻ പറ്റുക. ആ അർത്ഥത്തിലുള്ളൊരു മാറ്റങ്ങൾ പുതിയ അധ്യയന വർഷത്തിൽ സംഭവിക്കട്ടെ എന്ന് സ്കൂളുകൾ, രക്ഷിതാക്കൾ, ഗവൺമെന്റ് ഇത് മൂന്ന് ഈ വിഷയത്തിൽ ഉണർന്നാൽ മാത്രമേ മാറ്റം ഉണ്ടാവും. കുട്ടികൾ പഠിക്കട്ടെ. ഗവൺമെന്റ് മാത്രം പ്രോട്ടോകോൾ കൊണ്ടുവന്നുകൊണ്ട് ഇതിന് മാറ്റം ഉണ്ടാകാൻ പോണില്ല. രക്ഷിതാക്കൾ കൂടി തിരിച്ചറിയണം ഇത് ഒരു ട്രോമയാണ് കുട്ടിക്ക് ഉണ്ടാക്കുന്നത് എന്ന് രക്ഷിതാക്കൾ തിരിച്ചറിയണം. അവർ ഞങ്ങൾ ഇതിൽ ഇങ്ങനെ ചെയ്യില്ല എന്ന് തീരുമാനിക്കണം. രണ്ടാമത്തേത് സ്കൂളും കുട്ടിയെ ഇതെങ്ങനെയാണ് മെൻ്റലി ബാധിക്കുന്നത്, ഇതാണോ ശരിയായ പ്രാക്ടീസ് എന്ന് ആലോചിക്കുകയും അതിനനുസരിച്ച് അത് രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ ബോധ്യപ്പെടുത്തുകയും മാനേജ്മെൻറ്റിനെ ബോധ്യപ്പെടുത്തേണ്ടതാണെങ്കിൽ അത് ബോധ്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഈ മൂന്ന് സിസ്റ്റം സൊസൈറ്റിയിലെ എല്ലാ പില്ലേഴ്സും ഒരേപോലെ നിന്നുകൊണ്ട് ആലോചിച്ചാൽ മാത്രമാണ് ഇതിന് പരിഹാരം ഉണ്ടാവുന്നത്. ഓരോ കുട്ടിയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ കുട്ടിയും യുണീക്കാണ്. ഓരോ കുട്ടിയുടെ ഇൻ്റലിജൻസും മറ്റൊരു കുട്ടിയുടെ ഇൻ്റലിജൻസുമായി കമ്പയർ ചെയ്യാൻ പറ്റുന്നതല്ല. ആ കുട്ടിക്ക് ചില കുട്ടിക്ക് മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് കൂടുതലുണ്ടെങ്കിൽ വേറെ കുട്ടിക്ക് റീഡിങ് അഭിരുചി ആയിരിക്കും കൂടുതലുണ്ടാവുക, വേറെ കുട്ടിക്ക് വേറൊരു ഏരിയയിലായിരിക്കും കഴിവുണ്ടാവുക. അപ്പോൾ അത് മനസ്സിലാക്കി കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഏതെങ്കിലും ഒരൊറ്റ ഏകകം എടുത്തിട്ട് നമ്മൾ കുട്ടിയെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ ഒരു ഫൈനൽ ഔട്ട്പുട്ടിനെ അത് ബാധിക്കും എന്ന് മനസ്സിലാക്കി ഇത്തരം ചില സമയങ്ങളിലെങ്കിലും കുട്ടികളുടെ കഴിവിനപ്പുറത്തേക്ക് പാരന്റ് ആയിരിക്കും ചില ആക്ടിവിറ്റി ഒക്കെ ഫില്ല് ചെയ്യുന്നുണ്ടാവുക അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടാവുക പാരന്റ് ആയിരിക്കും. എന്നിട്ട് ആ പാരന്റ് ആയിരിക്കും ഈ ഗ്രൂപ്പിലേക്ക് ഇത് പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. കുട്ടി ചെയ്യാതിരിക്കുന്നു എന്നതിൽ ഒരു പ്രശ്നമില്ല, എൻ്റെ കുട്ടി തെറ്റിക്കുന്നു എന്നതിലൊരു പ്രശ്നമില്ല എന്ന് അധ്യാപകർ രക്ഷിതാക്കൾ കൂടി തിരിച്ചറിയണം. എൻ്റെ കുട്ടി ചെയ്യുന്നത് മോശമായാൽ അത് ആ കുട്ടിയുടെ സ്കിൽ അതാണ്. ആ സ്കില്ല് തിരിച്ചറിയാനാണ് ഈ വർക്ക് അതിനെ ഡെവലപ്പ് ചെയ്യാനുള്ള പണിയാണ്. അതിനെ ഡെവലപ്പ് ചെയ്യണോ വേണ്ടേ എന്നുള്ളതാണ്. ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് ഡെവലപ്പ് ചെയ്യുക, ചെയ്യേണ്ടതല്ലാത്തെങ്കിൽ ചെയ്യാണ്ടിരിക്കുക. പാട്ട് പാടാൻ പറ്റാത്ത ഒരാൾ എന്നോട് പാട്ട് പാടാൻ പറഞ്ഞാൽ എനിക്ക് പാടാൻ പറ്റില്ല. മീനിനെ പിടിച്ച് മരം കയറ്റം പഠിപ്പിക്കരുത് എന്ന് നമ്മൾ സാധാരണ പറയാം. മീനിന്റെ ശേഷി നമ്മൾ ഇളക്കേണ്ടത് മരം കയറാനുള്ള ശേഷി കൊണ്ടല്ല എന്ന് സാധാരണ ഗതിയിൽ പറയാറുണ്ടല്ലോ. ആ പറച്ചിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഇത്രയേ കുട്ടിക്ക് ചെയ്യാൻ പറ്റൂ എന്ന് ബോധ്യത്തിലെത്തുകയും സത്യസന്ധത ഈ കുട്ടിയെ പഠിപ്പിക്കുകയാണ് വേണ്ടത്. ഞാനാണ് ചെയ്യേണ്ടത്, ഞാൻ ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും, എനിക്കിതാവാത്ത പണി, ഇന്റഗ്രിറ്റി അത് പ്രധാനമാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ കുട്ടിയെ ഈ നുണകളാൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇവിടെ കഥയുണ്ടല്ലോ, നമ്മൾ പാഠപുസ്തകങ്ങളിൽ പഠിച്ചിട്ടുള്ള കഥയുണ്ടല്ലോ, കുട്ടി നുണ പറയുന്നു എന്ന് പറഞ്ഞ് പരാതി പറയുമ്പോൾ ആരാണ് കുട്ടിക്ക് നുണ പഠിപ്പിച്ചത് വെച്ചാൽ ഉമ്മയാണ് നുണ പഠിപ്പിച്ചത് പറയുന്നുണ്ട്. ആ നുണകളിൽ നിന്ന് കുട്ടികളെ നിർമ്മിച്ചെടുക്കുമ്പോൾ ഈ വ്യാജങ്ങൾ കൊണ്ടും ഊതിയ ഉണ്ടാക്കിയ ഒരു സാധനം കൊണ്ടും രക്ഷപ്പെടാം എന്ന തോന്നൽ കുട്ടികളിൽ ചെറിയ പ്രായത്തിൽ തന്നെ ബിൽഡ് ചെയ്ത് വരികയാണ്. ലോങ് ടേം റിസൾട്ട് ആണ് ആവശ്യം. ഷോർട്ട് ടേം അവിടെ വിജയിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാട്ടിക്കൂട്ടിലല്ല. വികസിത രാജ്യങ്ങളിൽ നിന്നൊക്കെ വലിയ മാതൃകകൾ ഇപ്പോൾ നമ്മൾ കാണുന്നു. ആ മാതൃകകൾ പഠിക്കാം. നമ്മൾ ഫിനിഷ് മോഡൽ എന്നൊക്കെ പറയുമ്പോൾ ആ മോഡൽ എത്രത്തോളം നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, പരീക്ഷ ഇല്ലാതൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ചില പാർട്ടുകൾ കൊണ്ടുവരാനുള്ളത് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് കോംപ്രഹെൻസീവായിട്ട് ആ മോഡൽ നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ, നമ്മുടെ സൊസൈറ്റിയിൽ ആ മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ? സൊസൈറ്റി കൂടി മാറുമ്പോഴാണ് സ്കൂൾ മാറ്റം സ്വാഭാവികമായിട്ട് നടക്കുക. ആ അർത്ഥത്തിൽ കൂടി ഒരു വളരെ സമഗ്രമായിട്ടുള്ള ഒരു പരിഷ്കരണത്തിനുള്ള ഒരു സമയമാണ്. പുതിയ അധ്യയന വർഷമാണ്. ഒന്നുകൂടി കുട്ടി സ്റ്റുഡൻറ് കേന്ദ്രീകരിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സംഭവങ്ങൾ നടക്കട്ടെ, കുട്ടികൾ പഠിച്ചു തുടങ്ങട്ടെ. അതിന് ചെറിയ രൂപത്തിലുള്ള സഹായകമാവാനാണ് രക്ഷിതാക്കളും ഈവൻ ടീച്ചേഴ്സൊക്കെ സമൂഹമൊക്കെ ശ്രമിക്കേണ്ടത്. കുട്ടികളാണ് അവിടെ കേന്ദ്രം. കുട്ടികൾ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് അല്ലേ, നമുക്ക് രാത്രി കുട്ടികൾ സമാധാനത്തോടെ കിടന്നുറങ്ങട്ടെ, രക്ഷിതാക്കൾ ഉറങ്ങട്ടെ, അധ്യാപകർ ഉറങ്ങട്ടെ, ക്ലാസ്സുകളിൽ ഉണർന്നിരിക്കട്ടെ. അതെ, ഉണർന്നിരിക്കട്ടെ. നമുക്ക് അങ്ങനെ അത് പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം.